ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഈ കന്യാകുമാരി ജില്ലയിലുള്ള കുലശേഖരത്തിനടുത്ത് തന്നെയാണ് മാത്തൂർ അക്വഡക്റ്റ് ബ്രിഡ്ജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ മാത്തൂർ തൊട്ടിപ്പാലം എന്നും പറയാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ്. ഏകദേശം ഒരു 19 വർഷം മുമ്പുള്ള ഒരു ബ്രിഡ്ജാണത്. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. നമുക്കത് എങ്ങനെയാണെന്ന് റിവ്യൂ ചെയ്യാം. ഒത്തിരി യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴി ഒന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുലശേഖരത്തെ കോൺവെൻറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ നിന്നാണ് അങ്ങോട്ട് മാത്തൂരിലോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളും പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ മറക്കാതെ എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ പോകല്ലേ? പോവാം. അപ്പം ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടാണ് മാത്തൂർ അക്വഡക്റ്റിൽ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാനും തോമാച്ചനും കൂടാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുകയും അവിടുത്തെ ആ ബ്രിഡ്ജൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. നമ്മൾ ഈ കോൺവെൻറ്റിൽ നിന്ന് വരുമ്പം അടുത്ത ഒരു സ്റ്റോപ്പാണ്, റേഞ്ച് ഓഫീസിൻ്റെ ഒരു സ്റ്റോപ്പാണ്. അവിടെ അടുത്ത റേഞ്ചർ ഓഫീസുണ്ട്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ഒരു വനം പോലെയൊക്കെ കാണാമല്ലോ, അത് തന്നെ അതിനകത്ത് ഓഫീസാണ്. വനമല്ല, അവിടെ റേഞ്ചർ ഓഫീസാണ്. ആ ബ്രിഡ്ജ് പഴയ കാലത്ത് ചെയ്ത ഒരു ബ്രിഡ്ജാണ്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവിടെ പ്രത്യേകം കാണിക്കാം. അത് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആ മാത്തൂർ അക്വഡക്റ്റ് ബ്രിഡ്ജ്. ആയിരത്തി 1960-70 കാലഘട്ടത്തിലാണ് അത് പണിയപ്പെട്ടത്. അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ബഹുമാന്യനായ കാമരാജ് അവർകളാണ് ആ പാലം പണിയിപ്പിച്ചത്. അന്നതൊക്കെ ചെയ്തതുകൊണ്ട് അന്നതൊക്കെ നടന്നു. കാണാൻ തന്നെ ഉള്ളൊരു പാലമാണ്, നല്ല പൊക്കമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചെന്നിട്ട് പറയാം, എന്നാൽ അത് ഒരു സുഖമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കോൺവെൻറ്റിൽ നിന്ന് നേരെ വരുമ്പം ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്. ഇവിടെ കാവൽ സ്ഥലം, ഇവിടെ ഒരു റേഞ്ച് ഓഫീസുണ്ട്. കാവൽ സ്ഥലം ജംഗ്ഷൻ. ഒരു വലിയൊരു മോസ്ക് ഒക്കെ ഉണ്ട് ഇവിടെ, അതിമനോഹരമായ ഒരു മോസ്ക്. പണിയപ്പെട്ട വർഷം 1962 ശേഷമാണ്. 69-നകത്താണ് അത് തീരുന്നത്. 70 ആയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതിനെക്കുറിച്ച് അറിയാമെന്ന് വെച്ചാൽ, അദ്ദേഹം മന്ത്രിസഭയിലായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് പട്ടണം കാൽവായ്. കാൽവായ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തമിഴാണ് കാൽവായ്. മലയാളത്തിൽ പറഞ്ഞാൽ കനാൽ. അപ്പൊ ഇത് എവിടുന്ന വെള്ളം വരുന്നത്? പേച്ചിപ്പാറ ഭാഗത്ത്. ഇത് പേച്ചിപ്പാറ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ്. പക്ഷെ അവിടെയും ഒരു ഡിവിഷൻ ഉണ്ട്. ഏത് ഭാഗത്ത്? അത് വന്നിട്ട് നമ്മൾ പേച്ചിപ്പാറ കഴിഞ്ഞ് വരുമ്പം വെട്ടിമുറിച്ചാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 5 കണ്ടറയ്ക്ക് അടുത്തായിട്ട് വരുന്ന വെട്ടിമുറിച്ചാൻ. അത് വന്നിട്ട് ചിറ്റാറിന്ന് വരുന്ന ഒരു വിങ്, ഒരു ശാഖയുണ്ട്. അത് വന്നിട്ട് വെട്ടിമുറിച്ചാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് നേരെ അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ അരിയാമ്പോട് വന്ന് അത് തിരിയും. കോൺവെന്റ് പുറയിൽ ഒരു അരിയാമ്പോട് എന്ന സ്ഥലമുണ്ട്. അവിടെ വന്ന് തിരിയുന്നതാണ് ഷട്ടർ. അവിടെ ഒരു ഷട്ടറൊക്കെ ഉണ്ട്. അവിടെ വന്ന് തിരിഞ്ഞ് അരിശുമൂട് വഴി ചെരുപ്പാലൂര് വഴി വരുന്ന ചാനലാണ് നമ്മൾ മാത്തൂര് കാണുന്ന മാത്തൂർ തൊട്ടിപ്പാലം. അത് ഏകദേശം ട്രിവാൻഡ്രത്തു നിന്ന് വരുവാണെങ്കിൽ ഒരു 70-75 കിലോമീറ്റർ വരും.
75-നകത്ത് വരും. 10-70 കിലോമീറ്റർ ഏകദേശം എന്തായാലും വരും. നാഗർകോവിലിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 കിലോമീറ്റർ വരും. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ കന്യാകുമാരി റൂട്ട് തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി റൂട്ട് ബാലരാപുരം, നെയ്യാറ്റിൻകര, പാറശാല, കളിയിക്കാവിള, പിന്നെ മാർത്താണ്ഡം വരും. മാർത്താണ്ഡം നിങ്ങൾ നേരെ വരുമ്പം അവിടുന്ന് 2 റോഡ് വി ഷേപ്പിൽ കട്ടാകുന്നുണ്ട്. ഒന്ന് റൈറ്റ് പോകുന്നത് നാഗർകോവിലും, ലെഫ്റ്റ് പോകുന്നത് കുലശേഖരത്തിനും. അപ്പം നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറരുത്. ഓവർ ബ്രിഡ്ജ് കയറരുത്. അത് ഓവർ ബ്രിഡ്ജ് കയറരുതെന്ന് പറയാൻ കാര്യം, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഴുത്തറ പാലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവും. ആ ഫ്ലൈ ഓവറിൽ കയറരുത്. ഫ്ലൈ ഓവറിൽ കയറിയാൽ പിന്നെ അത് പോയി ഇറങ്ങുന്നത് ആ നാഗർകോവിൽ റൂട്ടായിരിക്കും. നമുക്ക് അതുവഴിയല്ല ഇങ്ങോട്ട് വരേണ്ടത് കുലശേഖരം റൂട്ടാണ്. അപ്പം ഫ്ലൈ ഓവറിൽ കയറാതെ അതിൻ്റെ താഴെ കൂടെ വേണം വരാൻ. വന്ന് പിന്നെ കുലശേഖരം റൂട്ട് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ വരും, കല്ലടിമാമൂട് ജംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ അതുവഴി വരുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ആറ്റൂര്, തിരുവട്ടാറൊക്കെ ഏകദേശം എല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുലശേഖരത്തിന് വരുമ്പം ഇപ്പോൾ കണ്ടു, ഇത് കല്ലടിമാമൂട് ജംഗ്ഷനാണ്. ആ കാർ തിരിഞ്ഞു പോയത് കണ്ടു, കയറിയത് കണ്ടു. അതുവഴി നമുക്ക് കയറണം ലെഫ്റ്റ്. കുലശേഖരത്തു നിന്ന് വരുമ്പം നിങ്ങൾ മാർത്താണ്ഡത്തു നിന്നാണ് വരുന്നുണ്ടെങ്കിൽ റൈറ്റ് കയറണം. അല്പം ഒരു 30-40 മീറ്റർ, അല്ല ഒരു 50 മീറ്റർ മാക്സിമം. 50 മീറ്റർ അങ്ങോട്ട് പോകുമ്പം ഒരു റൈറ്റ് കട്ടുണ്ട്. 2 റൈറ്റ് ഉണ്ട്. ഫസ്റ്റ് റൈറ്റ് കയറിയാലും കുഴപ്പമില്ല, പക്ഷെ അത് അല്പം റോഡ് മോശം. സെക്കൻഡ് റൈറ്റ് നമ്മൾ കയറുന്നു. നമ്മളവിടെ നിന്ന് ആ റൈറ്റ് പതുക്കെ തിരിഞ്ഞ് കയറിയിട്ട് നേരെ അങ്ങ് പോവാണ്. അപ്പം മേളിലോട്ട് പോകുന്ന ആ റോഡ് നമ്മൾ ആ തിരിഞ്ഞ് കയറി, ഇപ്പം ഈ തിരിഞ്ഞ് കയറിയ മേളിലോട്ട് പോകുന്ന റോഡാണെങ്കിൽ മലവിള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മലവിള അവിടെ വലിയ ചർച്ചൊക്കെ ഉണ്ട്. അവിടെ പോകുന്നത് അതുവഴി നമ്മൾ ആ റോഡ് അവിടെ തീരുന്നില്ല. അതുവഴി നേരെ പോയാൽ ഈ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത് പോകും. തക്കല, നാഗർകോവിൽ, അവിടെ പോവാം. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. അത് പിന്നെ മറ്റേ ഈ പെയിന്റിന്റെ പരസ്യമായി പോകും. അപ്പൊ നമ്മൾ ആ റോഡ് വന്ന് എൻഡ് ആകുന്നത് മാത്തൂരിലേക്ക് പോകുന്ന റോഡിലോട്ടാ. നിങ്ങൾക്ക് ആ റോഡിന്റെ സൈഡിൽ ചാനലും കാണാം, കണ്ടു? ഈ റോഡിന്റെ പാരലലായിട്ട് തന്നെ റോഡിന്റെ പാരലലായിട്ട് ചാനൽ ഒഴുകുകയാണ്. ഇവിടെ ഒരു സൈഡിൽ പാറയുണ്ട്, കാണാമല്ലോ അല്ലേ? വേണ്ടത് തന്നെ. ഇന്ന് വീഴും നാളെ വീഴും എന്നുള്ള കണ്ടീഷനില്ല, വർഷങ്ങളായിട്ട് ആ പാറ ഇരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പം അതുകൊണ്ട് കർണാടകയുടെ കാറൊക്കെ പോകുന്നു, കർണാടക രജിസ്ട്രേഷൻ കാറൊക്കെ പോകുന്നു. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ടൂറിസം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം അതെ, ലോക്ക്ഡൗൺ സമയത്ത് ഇവിടെ ഭയങ്കര അടച്ചുപൂട്ടലൊക്കെ ആയിരുന്നു. കാരണം അതുവരെയൊന്നും പോകത്തില്ല. ഏകദേശം റോഡിൻ്റെ ഈ ഭാഗമായിട്ട് അവരൊരു കമ്പൊക്കെ വെച്ച് ഞാൻ ക്രോസ് ചെയ്ത് കെട്ടി വെച്ചേക്കുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകാനൊക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ വന്നു. ഇവിടെ ഒത്തിരി പണികളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ആണോ? ഇതൊക്കെ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന് മാത്തൂർ അക്വഡക്റ്റ് ബ്രിഡ്ജ് വന്നു. ഇവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പം നമ്മൾ മാത്തൂർ തൊട്ടിപ്പാലത്ത് വന്നപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. പൈനാപ്പിളും മാങ്ങയും ഒക്കെ അവർ വളരെ ഉണ്ടോ. പൈനാപ്പിള്, മാങ്ങ, എന്താ വേണേലും കിട്ടും. 4 എടുത്താൽ 100 രൂപ എന്ന് പറയുന്നത്. 4 എടുത്താൽ 100 രൂപ എന്ന് പറയുന്നത്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ റിസോഴ്സസ് ഓർഗനൈസേഷൻ മാത്തൂർ. ഇത് ഗവൺമെൻറ് ഓഫ് തമിഴ്നാടുവിൻ്റെ അണ്ടറിലാണ്. ഇപ്പം ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും ഉണ്ട്. അവരിപ്പോൾ 2 പേരുടെ ടിക്കറ്റും
കാറിൻ്റെ ചാർജസ് എല്ലാം കൂടെ 50 റുപ്പീസാണ്. ഇദ്ദേഹമാണ് ഇതെല്ലാം പണി കഴിപ്പിച്ചതും അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാമരാജ് അവർകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ സൈഡിൽ വരുന്ന ചാനലാണ് സ്റ്റാർട്ടിംഗ് ആണ് അവിടെ ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ചില സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കാണത്തില്ല. കാരണം അത് അവിടുന്ന് പേച്ചിപ്പാറന്ന് അവർ തുറന്ന് വിട്ടാലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഈ തൊട്ടിപ്പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടാണ്. നമ്മൾ എൻ്റർ ആകുന്ന ഭാഗത്തു നിന്ന് റൈറ്റ് താഴോട്ടൊരു പടി പോകുന്നുണ്ട്. ഏകദേശം നല്ല താഴ്ചയല്ലേ ഇത് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വഴി കൂടെ ഒന്ന് പോയി ഇറങ്ങി കയറി വരാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ 1240 അടി നീളമാണ് ഇതിൻ്റെ ദൂരം. പിന്നെ ഇതിൻ്റെ ഈ വീതി എന്ന് പറയുന്നത് ഏകദേശം 7.5 അടിയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ബത്തങ്ങൾ താഴെ കാണുന്ന വെള്ളം ഒഴുകി പോകുന്ന മൊത്തത്തിൽ വരുന്ന ഈ വീതി 7.5 അടിയേ ഉള്ളൂ. ഈ വെള്ളം ഒഴുകി പോകുന്ന താഴ്ച എന്ന് പറയുന്നത് മൊത്തം 7 അടിയേ ഉള്ളൂ. 7 അടി പൊക്കത്തിലാണ് അത് പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ താഴെ വരുന്ന തൂണുകൾ ഏകദേശം 28 തൂണുകളോളം നിൽപ്പുണ്ട്. ഈ 28 തൂണിൻ്റെ മേളിലാണ് ഈ പാലം ഈ അറ്റം മുതൽ ആ അറ്റം വരെ നിൽക്കുന്നത്. നമ്മൾ ഇതുവഴി നടന്നു പോകുമ്പോഴുണ്ടല്ലോ ശരിക്കും ആകാശത്തിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുന്നൊരു തോന്നും. താഴോട്ടുള്ള താഴ്ച കണ്ടോ കണ്ടോ മേളിൽ നിന്ന് താഴോട്ടുള്ള ആ കാഴ്ചകളാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ തൊട്ടിപ്പാലം ഉള്ളത്. ഒരു മലയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ ആ അപ്പുറത്തെ മലയുടെ അവിടെ വെള്ളം കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിനായിരുന്നു ഇത് പണിഞ്ഞത്. ഇതിൻ്റെ താഴെക്കൂടെ ഒരു ആറ് ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഒരു തിരുവട്ടാർ ഞാൻ അതുവഴി വന്നപ്പം അവിടെ ബ്രിഡ്ജൊക്കെ കാണിച്ചായിരുന്നു. ആ ആറാണ് ഇതുവഴി പോകുന്നത്. ആറിൻ്റെ പേരാണ് പരളിയാറെന്ന് പറയും. നമുക്കിപ്പോൾ ഈ വിഷ്വലി കാണാൻ പറ്റുന്നല്ലോ. ആ ആറ് ഈ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടാണ്. ഈ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ അങ്ങ് ഒഴുകി പോവാണ് തിരുവട്ടാർ വഴി. പിന്നെ ഇപ്പം ശരിക്കും വെള്ളം കുറവാണ്. വെള്ളമുള്ള സമയത്ത് ശരിക്കും വെള്ളം ഒഴുകുന്ന ഒരു പ്രദേശങ്ങളാണിവിടെ. ഇത് ഏകദേശം 12,90,000 രൂപ കൊണ്ടാണ് ഇത് പണിയപ്പെട്ടത് മൊത്തം. അന്നത്തെ ആ സമയത്ത് അത്രയും കാശിന് നടന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു തൂണിന് പോലും തികയാത്ത ഒരു എമൗണ്ടിലാണ്. അന്ന് 1963 മുതൽ 69 വരെ ആയിരുന്നു ഇതിൻ്റെ പണിയുടെ സമയം. അപ്പോൾ ഏകദേശം ഒരു 5-6-7 കൊല്ലം കൊണ്ടാണ് ഇത് പണിഞ്ഞ് തീർത്തത്. രാവിലെ നമുക്ക് ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാലും സ്ട്രെയിറ്റ് നമുക്ക് കിടക്കുന്നതും ഉണ്ട്, നടക്കാനും നല്ല എളുപ്പമുണ്ട്. മറ്റ് ശല്യങ്ങളോ വണ്ടികളുടെയോ അങ്ങനെ മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രാവിലെ കൂടെ നല്ല കാലാവസ്ഥയിൽ നല്ല തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല സുഖമായിരിക്കും ഇതിൽ നടക്കാനൊക്കെ. ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ഭാഗത്ത് വരുമ്പോൾ. കാരണം നമ്മൾ ഒത്തിരി താഴ്ചയിൽ നിന്ന് മേൽവശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ താഴെ നിന്ന് മേളിലോട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവും. ഞാൻ അറ്റം വരെ പോയിട്ട് വരാം. അറ്റം വരെ പോയിട്ട് വരാം.
പിന്നൊക്കെ ഇതുപോലത്തെ പണിയാണ് നടക്കും. ആരും ഇതിനൊക്കെ ഇൻട്രസ്റ്റ് എടുക്കും. കാരണം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളൊരു പാലം. പിന്നെ ആൾക്കാർക്ക് നടന്ന് കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നേരത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് പണിഞ്ഞപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അന്ന് ഈ സൈക്കിളിൻ്റെ ഒക്കെ ഒരു കാലമായിരുന്നു, ആ ഒരു വശത്തുനിന്ന് മറ്റേ വശത്തേക്ക് ചെല്ലാൻ. അപ്പം അന്നത്തെ ആ സമയത്ത് ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു തൊട്ടിപ്പാലമാണിത്. ഏഷ്യയിലെ ടോളസ്റ്റ് ബ്രിഡ്ജുകളിൽ ഒരു ബ്രിഡ്ജാണിത്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ബ്രിഡ്ജ് കൂടെ നടന്ന് ഏകദേശം അറ്റത്ത് വന്നു. അപ്പം ഈ തൊട്ടിപ്പാലം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നടന്ന് ഏകദേശം ഇതുവരെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം പുതിയൊരു ചാനലാണ്, നിങ്ങൾ ഈ വിഷ്വലി കാണുന്ന പോലെ പുതിയൊരു ചാനലാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ സൈഡിൽ കൂടെ വരുന്ന വെള്ളം ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് വേറെ രീതിയിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. ശരിക്കും ചാനലായിട്ട് തന്നെ ഇവിടുന്ന് ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ തൊട്ടിപ്പാലം ഇവിടെ എൻഡായതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴി താഴോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങി പോകാം. ഈ പാലത്തിന് താഴെ വരുന്ന തൂണാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ് പോയിന്റ് ആയതുകൊണ്ടാണ് ഈ ചെറിയ തൂണ് വരുന്നത്. ഇതാണ് എല്ലാ തൂണിൻ്റെ ഒരു ഡിസൈൻ. അതുകൊണ്ട് ആൾക്കാർ നടക്കുന്ന കാണാമല്ലോ അല്ലേ. അപ്പോൾ നടന്നു വന്ന പാലം മേളിലാണ്, നമ്മളതിൻ്റെ താഴെ കൂടാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴത്തെ വ്യൂ. കാണാമല്ലോ, ഓരോ തൂണുകളും എല്ലാം ഒരേ ഡിസൈനാണ്. അതിൻ്റെ താഴ്ച അനുസരിച്ചുള്ള ലെങ്തും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ ഈ ബ്ലോഗിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം നിങ്ങൾ പല കാഴ്ചകൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ആ പാലത്തിൽ കൂടെ നടന്ന് മറ്റേ സൈഡിൽ ചെന്നിട്ട് അവിടുന്ന് താഴെ ഇറങ്ങി ആ സൈഡിൽ കൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഏകദേശം ബ്ലോഗിങ് ഇവിടെ കഴിയാറായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചുറ്റുപാടിൽ കൂടെ ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സ്ഥലമാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലം, മാത്തൂർ അക്വഡക്റ്റ് ബ്രിഡ്ജ്. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ.